തീയതി 13/5/26 പ്രഭാതമുരളി ബാഗ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയിലൂടെ നിങ്ങൾക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ഏത് നോളജാണോ ലഭിച്ചത് അത് നിങ്ങൾ ബുദ്ധിയിൽ വയ്ക്കുന്നു. അതിനാൽ നിങ്ങൾ സ്വദർശന ചക്രധാരിയാണ്. ചോദ്യം: ആത്മാവിനെ പാവനമാക്കുന്നതിനായി ആത്മീയ പിതാവ് ഏതൊരു ഇഞ്ചക്ഷൻ നൽകുന്നു? ഉത്തരം: മൻമനാഭവയുടെ. ഈ ഇഞ്ചക്ഷൻ ആത്മീയ പിതാവിനല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. ഇത്രമാത്രം. ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് പാവനമായി മാറുന്നത്. ഇതിൽ സംസ്കൃതമോ മറ്റോ പഠിക്കേണ്ട ആവശ്യവുമില്ല. ബാബയാണെങ്കിൽ ഹിന്ദിയിൽ നേരായ വാക്കുകളിൽ കേൾപ്പിക്കുന്നു. ആത്മീയ പിതാവ് നമുക്ക് പാവനമാകാനുള്ള യുക്തി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു എന്ന നിശ്ചയം എപ്പോഴാണോ ആത്മാവിന് ഉണ്ടാകുന്നത് അപ്പോൾ വികാരങ്ങൾ ഉപേക്ഷിക്കുന്നു. ഓം ശാന്തി. ഓം ശാന്തിയുടെ അർത്ഥം കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ആത്മാവ് തൻ്റെ പരിചയം നൽകുന്നു. എൻ്റെ സ്വരൂപം ശാന്തമാണ്. എൻ്റെ വാസസ്ഥാനം ശാന്തിധാമമാണ്. അതിനെ പരംധാമമെന്നും നിർവാണധാമമെന്നും പറയുന്നു. ബാബയും പറയുന്നു, ദേഹ അഭിമാനം ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയാകൂ. ബാബയെ ഓർമ്മിക്കൂ. ആ ഒന്നാണ് പതീത പാവനൻ. ഞാൻ ആത്മാവാണ് എന്നത് ആരും അറിയുന്നില്ല. ഇവിടെ പാട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ ഡ്രാമ പൂർത്തിയാകുന്നു. തിരിച്ച് പോകേണ്ടതുണ്ട്. അതിനാൽ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ഇതിനെ തന്നെയാണ് സംസ്കൃതത്തിൽ മന്മനാഭവ എന്ന് പറയുന്നത്. ബാബ സംസ്കൃതത്തിൽ ഒന്നുമല്ല പറഞ്ഞത്. ബാബ ഈ ഹിന്ദി ഭാഷയിലാണ് മനസ്സിലാക്കിക്കുന്നത്. ഒരേ ഒരു ഹിന്ദി ഭാഷ ഉണ്ടാകണം എന്ന് ഗവൺമെന്റും പറയുന്നു. ബാബയും വാസ്തവത്തിൽ ഹിന്ദിയിൽ തന്നെയാണ് മനസ്സിലാക്കിച്ചത്. എന്നാൽ ഈ സമയം അനേകം ധർമ്മങ്ങൾ, മഠങ്ങൾ, സമ്പ്രദായങ്ങൾ ഉള്ളത് കാരണം ഭാഷകളും അനേകം പ്രകാരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെയുള്ള അത്രയും ഭാഷകൾ സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുന്നില്ല. ഗുജറാത്തിൽ വസിക്കുന്നവരുടെ ഭാഷ വേറെയാണ്. ആര് ഏത് ഗ്രാമത്തിൽ വസിക്കുന്നോ അവർ അവിടെയുള്ള ഭാഷ അറിയുന്നു. അനേകം മനുഷ്യരുണ്ട്, അനേകം ഭാഷകളുണ്ട്. സത്യയുഗത്തിലാണെങ്കിൽ ഒരേ ഒരു ധർമ്മം, ഒരേ ഒരു ഭാഷയായിരുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ നോളജ് ബുദ്ധിയിലുണ്ട്. ഇത് ഒരു ശാസ്ത്രത്തിലുമില്ല. ഈ നോളജുള്ള ഒരു ശാസ്ത്രവുമില്ല. കൽപ്പത്തിൻ്റെ ആയുസ്സിനെ കുറിച്ചും എഴുതപ്പെട്ടിട്ടില്ല. ആർക്കും അറിയുകയുമില്ല. സൃഷ്ടി ഒന്ന് തന്നെയാണ്. സൃഷ്ടിയുടെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പുതിയതിൽ നിന്നും പഴയതും പഴയതിൽ നിന്നും പുതിയതുമാകുന്നു. ഇതിനെ തന്നെയാണ് സ്വദർശന ചക്രം എന്ന് പറയുന്നത്. ആർക്ക് ഈ ചക്രത്തിൻ്റെ നോളജ് ഉണ്ടോ അവരെ സ്വദർശന ചക്രധാരി എന്ന് പറയുന്നു. ആത്മാവിന് ജ്ഞാനമുണ്ട്. ഈ സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു? അവർ പിന്നെ കൃഷ്ണനും വിഷ്ണുവിനും സ്വദർശന ചക്രം നൽകിയിരിക്കുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, അവർക്കാണെങ്കിൽ നോളജ് ഉണ്ടായിരുന്നില്ല. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ നോളജ് ബാബ തന്നെയാണ് നൽകുന്നത്. ഇതാണ് സ്വദർശന ചക്രം. ബാക്കി കഴുത്ത് മുറിക്കും വിധത്തിലുള്ള ഹിംസയുടെ കാര്യമില്ല. ഇതെല്ലാം അസത്യമാണ് എഴുതിയിരിക്കുന്നത്. ഈ നോളജ് ബാബയ്ക്കല്ലാതെ ഒരു മനുഷ്യനും നൽകാൻ സാധിക്കില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കറിനെ പോലും ദേവത എന്ന് പറയുന്നു എന്നിരിക്കെ മനുഷ്യരെ ഒരിക്കലും ഭഗവാൻ എന്ന് പറയാൻ സാധിക്കില്ല. എന്താണോ ബാബയുടെ മഹിമ അത് ദേവതമാരുടേതും അല്ല. ബാബ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണോ ബാബയുടെ മഹിമ അത് തന്നെയാണ് കുട്ടികളുടെയും മഹിമ എന്ന് പറയില്ല. കുട്ടികൾ പിന്നെയും പുനർജന്മം എടുക്കുന്നു. ബാബയാണെങ്കിൽ പുനർജന്മത്തിൽ വരുന്നില്ല. കുട്ടികൾ ബാബയെ ഓർമ്മിക്കുന്നു.
ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ. ആ ഒന്ന് സദാ പാവനമാണ്. കുട്ടികൾ പാവനമായി പിന്നെ പതീതമാകുന്നു. ബാബയാണെങ്കിൽ പാവനം തന്നെയാണ്. ബാബയുടെ സമ്പത്ത് കുട്ടികൾക്ക് തീർച്ചയായും വേണം. ഒന്നാണ് മുക്തി വേണം, രണ്ടാമതായി ജീവൻ മുക്തി വേണം. ശാന്തിധാമത്തെ മുക്തിയെന്നും സുഖധാമത്തെ ജീവൻ മുക്തിയെന്നും പറയുന്നു. മുക്തിയാണെങ്കിൽ സർവർക്കും ലഭിക്കുന്നു. ആര് പഠിക്കുമോ അവർക്കാണ് ജീവൻ മുക്തി ലഭിക്കുന്നത്. ഭാരതത്തിൽ തീർച്ചയായും ജീവൻ മുക്തി ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും മുക്തിധാമത്തിലായിരുന്നു. സത്യയുഗത്തിൽ കേവലം ഒരേ ഒരു ഭാരതഖണ്ഡമാണ് ഉണ്ടായിരുന്നത്. ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. ലക്ഷ്മി നാരായണന് ഈ ചക്രവർത്തി പദം എവിടെ നിന്നും ലഭിച്ചു എന്നത് ക്ഷേത്രം നിർമ്മിക്കുന്ന ബിർളയ്ക്കോ മറ്റോ അറിയില്ല. എത്ര സമയം രാജ്യം ഭരിച്ചു, പിന്നെ എവിടെ പോയി, ഒന്നും തന്നെ അറിയുന്നില്ല. അപ്പോൾ പാവകളുടെ പൂജ പോലെയായില്ലേ? ഇതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. താങ്കൾ തന്നെ പൂജ്യനും പിന്നെ താങ്കൾ തന്നെ പൂജാരിയും. പൂജ്യനും പൂജാരിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതിനും അർത്ഥമുണ്ടാകുമല്ലോ. ആരാണോ വികാരി അവരെയാണ് പതീതം എന്ന് പറയുന്നത്. ക്രോധിയെ പതീതം എന്ന് പറയില്ല. ആരാണോ വികാരത്തിൽ പോകുന്നത് അവരെയാണ് പതീതം എന്ന് പറയുന്നത്. ഈ സമയം നിങ്ങൾക്ക് ജ്ഞാനാമൃതം ലഭിക്കുന്നു. ജ്ഞാനത്തിന്റെ സാഗരം ഒരു ബാബ തന്നെയാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഈ ഭാരതം തന്നെയാണ് സതോപ്രധാനവും ഉയർന്നതിലും ഉയർന്നതായിരുന്നത്. ഇപ്പോൾ തമോ പ്രധാനമാണ്. ഇത് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഇവിടെ രാജപദവി ഒന്നും ഇല്ല. ഇവിടെ ഉള്ളത് പ്രജകളുടെ മേൽ പ്രജകളുടെ രാജ്യമാണ്. സത്യയുഗത്തിൽ വളരെ കുറച്ചു പേരാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ എത്രയുണ്ട്? വിനാശത്തിന്റെ തയ്യാറെടുപ്പുകളും നടക്കുന്നു. ഡൽഹി പരിസ്ഥാൻ ആവുക തന്നെ വേണം. പക്ഷേ ഇത് ആരും അറിയുന്നില്ല. അവർ ഇത് ന്യൂ ഡൽഹിയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ പഴയ ലോകത്തെ പരിവർത്തനപ്പെടുത്തുന്നത് ആരാണ്? ഇതാർക്കും അറിയില്ല. ഒരു ശാസ്ത്രങ്ങളിലും ഇല്ല. മനസ്സിലാക്കിക്കുന്നവൻ ഒരേ ഒരു ബാബയാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കൗടിയിൽ നിന്നും വജ്രതുല്യം ആയിക്കൊണ്ടിരിക്കുന്നു. ഭാരതം എത്ര സോൾവെന്റ് ആയിരുന്നു! മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ അനേകം ധർമ്മങ്ങളുണ്ട്. ഇപ്പോൾ ദയാഹൃദയനായ ബാബയെ ഓർമ്മിക്കുന്നു. ഭാരതം സുഖധാമമായിരുന്നു. ഇത് മറന്നുപോയി. ഇപ്പോഴാണെങ്കിൽ ഭാരതത്തിന്റെ എന്തവസ്ഥയാണ്? ഇല്ലായിരുന്നുവെങ്കിൽ ഭാരതം ഹെവനായിരുന്നു. ബാബയുടെ ജന്മസ്ഥാനമാണല്ലോ. അപ്പോൾ ഡ്രാമയനുസരിച്ച് ആ ഒന്നിന് ദയവ് വരുന്നു. ഭാരതം പ്രാചീന ദേശമാണ്. തീർച്ചയായും ക്രൈസ്റ്റിന് 3000 വർഷം മുമ്പ് ഭാരതം സ്വർഗമായിരുന്നു എന്ന് പറയുന്നുമുണ്ട്. മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഭാരതം തികച്ചും നിലം പതിച്ചിരിക്കുന്നു. നമ്മുടെ ഭാരതദേശം ഏറ്റവും ഉയർന്നതായിരുന്നു എന്ന് പാടുന്നുണ്ട്. നാമം തന്നെ ഹെവൻ, സ്വർഗം എന്നായിരുന്നു. ഭാരതത്തിന്റെ മഹിമയെക്കുറിച്ച് പോലും ആർക്കും അറിയില്ല. ബാബ തന്നെ വന്ന് ഭാരതത്തിന്റെ കഥ മനസ്സിലാക്കിച്ചു തരുന്നു. ഭാരതത്തിന്റെ കഥ എന്നാൽ ലോകത്തിൻ്റെത്. ഇതിനെ സത്യനാരായണന്റെ കഥ എന്ന് പറയുന്നു. ബാബ തന്നെ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. പൂർണ്ണമായും 5000 വർഷം മുമ്പ് ഭാരതത്തിൽ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നു. അവരുടെ ചിത്രവുമുണ്ട്. എന്നാൽ അവർക്ക് ഈ രാജ്യം എങ്ങനെ ലഭിച്ചു? സത്യയുഗത്തിന് മുമ്പ് എന്തായിരുന്നു? സംഗമത്തിനു മുമ്പ് എന്തായിരുന്നു? കലിയുഗം. ഇതാണ് സംഗമയുഗം. ഇതിൽ ബാബയ്ക്ക് വരേണ്ടി വരുന്നു. കാരണം എപ്പോഴാണോ പഴയ ലോകത്തെ പുതിയതാക്കേണ്ടത് അപ്പോഴാണ് എനിക്ക് വരേണ്ടി വരുന്നത്, പതീത ലോകത്തെ പാവനമാക്കുന്നതിനായി. എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്.
സർവവ്യാപിയാണ്, യുഗേ യുഗേ യുഗങ്ങൾ തോറും വരുന്നു എന്ന്. അപ്പോൾ മനുഷ്യർ തന്നെ കുഴങ്ങിപ്പോയി. സംഗമയുഗത്തെ കേവലം നിങ്ങളാണ് അറിയുന്നത്. നിങ്ങൾ ആരാണ്? ബോർഡിൽ എഴുതിയിട്ടുണ്ട്, പ്രജാപിത ബ്രഹ്മകുമാർ കുമാരി. ബ്രഹ്മാവിന്റെ പിതാവ് ആരാണ്? ശിവൻ, ഉയർന്നതിലും ഉയർന്നത്. പിന്നെ ബ്രഹ്മാവ്. പിന്നെ ബ്രഹ്മാവിലൂടെ രചന നടക്കുന്നു. പ്രജാപിത എന്ന് തീർച്ചയായും ബ്രഹ്മാവിനെ തന്നെയാണ് പറയുന്നത്. ശിവനെ പ്രജാപിത എന്ന് പറയില്ല. ശിവൻ സർവ ആത്മാക്കളുടെയും നിരാകാരനായ പിതാവാണ്. പിന്നെ ഇവിടെ വന്ന് പ്രജാപിത ബ്രഹ്മാവിലൂടെ അഡോപ്റ്റ് ചെയ്യുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അദ്ദേഹത്തിലൂടെ നിങ്ങൾ മുഖവംശാവലി ബ്രാഹ്മണർ ആയിരിക്കുന്നു. ബ്രഹ്മാവിലൂടെ തന്നെയാണ് നിങ്ങളെ ബ്രാഹ്മണനാക്കി പിന്നെ ദേവതയാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മാവിന്റെ കുട്ടികളായിരിക്കുന്നു. ബ്രഹ്മാവ് ആരുടെ കുട്ടിയാണ്? ബ്രഹ്മാവിന്റെ പിതാവിന് ഒരു നാമമുണ്ടോ? അതാണ് ശിവൻ, നിരാകാരനായ പിതാവ്. ആ ഒന്ന് വന്ന് ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് അഡോപ്റ്റ് ചെയ്യുന്നു, മുഖവംശാവലിയെ ഉണ്ടാക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിന്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ പ്രവേശിക്കുന്നു. ഇദ്ദേഹം എന്റേതായി മാറുന്നു, സന്യാസം ധാരണ ചെയ്യുന്നു. എന്തിന്റെ സന്യാസം? 5 വികാരങ്ങളുടെ. വീടും കുടുംബവും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കെ പവിത്രമായിരിക്കണം. എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ഇത് യോഗമാണ്. ഇതിലൂടെ മാലിന്യം മാറുന്നു, നിങ്ങൾ സതോപ്രധാനമായി മാറുന്നു. ഭക്തിയിലാണെങ്കിൽ എത്ര തന്നെ ഗംഗാസ്നാനം ചെയ്താലും ജപം തപം ആദിയായവ ചെയ്താലും താഴേക്ക് തീർച്ചയായും ഇറങ്ങേണ്ടതുണ്ട്. സതോ പ്രധാനമായിരുന്നു, ഇപ്പോൾ തമോ പ്രധാനമാണ്. വീണ്ടും എങ്ങനെ സതോ പ്രധാനമാകും? അത് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഒരു വഴി പറഞ്ഞു തരാൻ സാധിക്കില്ല. ബാബയാണെങ്കിൽ തികച്ചും സഹജമായ രീതി പറഞ്ഞു തരുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇത് ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. ഗുജറാത്തികളോടോ സിന്ധികളോടോ അല്ല സംസാരിക്കുന്നത്. ഇത് ആത്മീയ ജ്ഞാനമാണ്. ശാസ്ത്രങ്ങളിലുള്ളത് ഭൗതിക ജ്ഞാനമാണ്. ആത്മാവിന് തന്നെയാണ് ജ്ഞാനം ആവശ്യം. ആത്മാവ് തന്നെയാണ് പതീതമായിരിക്കുന്നത്. ആ ഒന്നിന് തന്നെയാണ് ആത്മീയ ഇഞ്ചക്ഷൻ വേണ്ടത്. ബാബയെ പറയുന്നു, ആത്മീയ അവിനാശി സർജൻ. ആ ഒന്ന് വന്ന് തൻ്റെ പരിചയം നൽകുന്നു, ഞാൻ നിങ്ങളുടെ ആത്മീയ സർജനാണ്. നിങ്ങളുടെ ആത്മാവ് പതീതമാകുന്നത് കാരണം ശരീരവും രോഗിയായിപ്പോയി. ഈ സമയം ഭാരതവാസികളും മുഴുവൻ ലോകവും നരകവാസിയാണ്. വീണ്ടും സ്വർഗവാസി എങ്ങനെയാകുവാൻ സാധിക്കും? അത് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ പറയുന്നു, ഞാൻ തന്നെ വന്ന് എല്ലാ കുട്ടികളെയും സ്വർഗവാസിയാക്കുന്നു. നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായും നമ്മൾ നരകവാസിയായിരുന്നു. കലിയുഗത്തെ നരകം എന്ന് പറയുന്നു. ഇപ്പോൾ നരകത്തിൻ്റെയും അന്തിമമാണ്. ഭാരതവാസികൾ ഈ സമയം രൗരവ നരകത്തിൽ കിടക്കുന്നു. ഇതിനെ സോവർണിറ്റി എന്നും പറയില്ല. അടിവഴക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ യോഗ്യരാക്കുന്നു. അപ്പോൾ ആ ഒന്നിൻ്റേത് അംഗീകരിക്കേണ്ടതാണ്. തൻ്റെ ധർമ്മശാസ്ത്രത്തെയും അറിയുന്നില്ല, ബാബയെ തന്നെ അറിയുന്നില്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ പതീതത്തിൽ നിന്നും പാവനം ആക്കിയിരുന്നു, അല്ലാതെ ശ്രീകൃഷ്ണനല്ല. കൃഷ്ണനാണെങ്കിൽ പാവനവും നമ്പർ 1 ആയിരുന്നു. കൃഷ്ണനെ പറയുന്നത് ശ്യാമസുന്ദരം എന്നാണ്. കൃഷ്ണന്റെ ആത്മാവ് പുനർജന്മം എടുത്തെടുത്ത് ഇപ്പോൾ ശ്യാമം ആയിരിക്കുന്നു. കാമച്ചിതയിലിരുന്ന് കറുത്തിരിക്കുന്നു. ജഗദംബയെ എന്തുകൊണ്ട് കറുത്തതായി കാണിക്കുന്നു? ഇതാർക്കും അറിയില്ല. കൃഷ്ണനെ കറുത്തതായി കാണിച്ചിരിക്കുന്നു, അതേപോലെ ജഗദംബയെയും കറുപ്പായി കാണിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കറുപ്പാണ്, പിന്നീട് സുന്ദരമാകുന്നു. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ഭാരതം വളരെ സുന്ദരമായിരുന്നു. മനോഹാരിത കാണണമെങ്കിൽ
അജ്മീറിൽ നോക്കൂ, സ്വർണിമ ദ്വാരക. സ്വർഗത്തിൽ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും കൊട്ടാരമുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കല്ലും മണ്ണും കൊണ്ടുള്ളതാണ്. എല്ലാം തമോ പ്രധാനമാണ്. കുട്ടികൾ അറിയുന്നുണ്ട്, ശിവ് ബാബ, ബ്രഹ്മദാദ രണ്ടുപേരും ഒരുമിച്ചാണ്. അതിനാൽ ബാബ് ദാദ എന്ന് പറയുന്നു. സമ്പത്ത് ശിവ് ബാബയിൽ നിന്നും ലഭിക്കുന്നു, അഥവാ ദാദയിൽ നിന്നാണ് എന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ ശിവന്റെ അടുക്കൽ എന്താണുള്ളത്? സമ്പത്ത് ശിവ് ബാബയിൽ നിന്നും ലഭിക്കുന്നു ബ്രഹ്മാവിലൂടെ വിഷ്ണുപുരിയുടെ സ്ഥാപന. ഇപ്പോഴാണെങ്കിൽ രാവണ രാജ്യമാണ്. നിങ്ങളല്ലാതെ എല്ലാവരും നരകവാസിയാണ്. നിങ്ങൾ ഇപ്പോൾ സംഗമത്തിലാണ്. ഇപ്പോൾ പതീതത്തിൽ നിന്നും പാവനമായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വിശ്വത്തിന്റെ അധികാരിയായി മാറും. ഇത് ഏതെങ്കിലും മനുഷ്യനല്ല പഠിപ്പിക്കുന്നത്. നിങ്ങളെ മുരളി ആരാണ് കേൾപ്പിക്കുന്നത്? ശിവബാബ പരംധാമത്തിൽ നിന്നും വരുന്നു. പഴയ ലോകത്തിൽ, പഴയ ശരീരത്തിൽ ആർക്കെങ്കിലും നിശ്ചയമുണ്ടാവുകയാണ് എങ്കിൽ പിന്നെ ബാബയുമായി കൂടിക്കാഴ്ച നടത്താതെ ഇരിക്കുവാൻ സാധിക്കില്ല. ആദ്യം പരിധിയില്ലാത്ത ബാബയുമായി കൂടിക്കാഴ്ച നടത്തട്ടെ എന്ന് പറയുമായിരുന്നേനെ. നിൽക്കുവാൻ സാധിക്കില്ല. പരിധിയില്ലാത്ത ബാബ സ്വർഗത്തിന്റെ അധികാരിയാക്കുന്നു. ആ ഒന്നിന്റെ അടുക്കിലേക്ക് നമ്മളെ ഉടൻ കൊണ്ടുപോകൂ എന്ന് പറയും. കണ്ടു നോക്കട്ടെ ശിവ് ബാബയുടെ രഥം ഏതാണെന്ന്. അവരാണെങ്കിൽ കുതിരയെ അലങ്കരിക്കുന്നു, അരപ്പട്ടയുടെ അടയാളം വെക്കുന്നു. ആ രഥം മുഹമ്മദിൻ്റെതായിരുന്നു. അദ്ദേഹം ധർമ്മം സ്ഥാപിച്ചു. ഭാരതവാസികൾ പിന്നെ കാളയെ തിലകമണിയിച്ച് ക്ഷേത്രത്തിൽ വയ്ക്കുന്നു. ഇതിൽ ശിവന്റെ സവാരി ഉണ്ടായതായി മനസ്സിലാക്കുന്നു. ഇപ്പോൾ കാളയാണെങ്കിൽ ശിവന്റെയോ ശങ്കറിന്റെയോ വാഹനമല്ല. ഒന്നും മനസ്സിലാക്കുന്നില്ല. ശിവൻ നിരാകാരമാണ്. ആ ഒന്ന് എങ്ങനെ സവാരി ചെയ്യും? കാളയുടെ മേൽ ഇരിക്കുവാനായി കാലുകൾ വേണം. ഇതാണ് അന്ധവിശ്വാസം. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയിൽ നിന്നും ഏതൊരു ജ്ഞാനാമൃതം ലഭിക്കുന്നോ ആ അമൃത് കുടിക്കുകയും കുടിപ്പിക്കുകയും വേണം. പൂജാരിയിൽ നിന്നും പൂജ്യർ ആകുന്നതിനായി വികാരങ്ങൾ ത്യാഗം ചെയ്യണം. ബാബ സ്വർഗത്തിലേക്ക് പോകാനായി യോഗ്യരാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഒന്നിൻ്റെ ഓരോ കാര്യവും അംഗീകരിക്കണം. പൂർണ്ണമായും നിശ്ചയബുദ്ധിയാകണം. വരദാനം: അനുഭവത്തിൻ്റെ വിൽ പവറിലൂടെ മായയുടെ പവറിനെ നേരിടുന്ന അനുഭവി മൂർത്തിയായി ഭവിക്കട്ടെ. ഏറ്റവും പവർഫുൾ സ്റ്റേജാണ് സ്വന്തം അനുഭവം. അനുഭവിയായ ആത്മാവിന് തൻ്റെ അനുഭവത്തിൻ്റെ വിൽ പവറിലൂടെ മായയുടെ ഏതൊരു പവറിനെയും, എല്ലാ കാര്യങ്ങളെയും, സർവ സമസ്യകളെയും സഹജമായി തന്നെ നേരിടുവാൻ സാധിക്കും. കൂടാതെ സർവ ആത്മാക്കളെയും സന്തുഷ്ടമാക്കുവാനും കഴിയും. നേരിടുവാനുള്ള ശക്തിയിലൂടെ സർവരെയും സന്തുഷ്ടമാക്കുന്നതിൻ്റെ ശക്തി അനുഭവത്തിൻ്റെ വിൽ പവറിലൂടെ സഹജമായി പ്രാപ്തമാകുന്നു. അതിനാൽ ഓരോ ഖജനാവിനെയും അനുഭവത്തിൽ കൊണ്ടുവന്ന് അനുഭവി മൂർത്തി ആകൂ. സ്ലോഗൻ: പരസ്പരം നോക്കുന്നതിന് പകരം സ്വയം തന്നെ നോക്കൂ, പരിവർത്തനപ്പെടുത്തൂ. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. സ്വയം തന്നെ ചെക്ക് ചെയ്യൂ. ഓരോ ശക്തിയുടെയും, ഓരോ പ്രാപ്തിയുടെയും, ഓരോ ഗുണത്തിൻ്റെയും അനുഭവം ഉണ്ടോ? അഥവാ അനുഭവത്തിൻ്റെ അതോറിറ്റി ഉണ്ടെങ്കിൽ ഒരു പരിതസ്ഥിതിക്കും അനുഭവത്തിൻ്റെ അതോറിറ്റിയുടെ മുന്നിൽ യാതൊരു പ്രഭാവവും ഉണ്ടാക്കാൻ സാധിക്കില്ല. അനുഭവി മൂർത്തി എപ്പോഴായാലും ഏതൊരു പരിതസ്ഥിതിയിലും അചഞ്ചലവും ആടാത്തതും ആയിരിക്കുന്നു.
ചഞ്ചലതയിൽ വരുന്നില്ല. കാരണം ഏറ്റവും വലുതിലും വലിയ അതോറിറ്റി അനുഭവമാണ്. ഏത് സമയം ഏതു ശക്തിയെ ആഹ്വാനം ചെയ്യുന്നു അത് സെക്കൻഡിൽ സഹയോഗി ആകും. ഓം ശാന്തി. മെഡിറ്റേഷൻ. അന്തർമുഖമായി ഞാൻ ബാഹ്യ സങ്കല്പങ്ങളെ ഉപേക്ഷിക്കുന്നു. ദിവ്യവും ചൈതന്യവുമായ എൻ്റെ ആത്മസ്വരൂപം ചിത്തത്തിൽ തെളിഞ്ഞു വരുന്നു. ഈ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ സ്ഥിരമാക്കുമ്പോൾ സത്യമായ ശാന്തിക്കും ആനന്ദത്തിനും നിദാനമായ ആത്മസ്ഥിതിയിൽ ഞാൻ എത്തിച്ചേരുന്നു. ഈ സ്ഥിതിയിൽ ശാന്തിയും സുഖവും ആനന്ദവും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ മൗലിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ആത്മസ്ഥിതിയുടെ ഈ ശ്രേഷ്ഠ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അനന്തമായ ഐശ്വര്യ സമ്പത്തുകൾ സംഗമയുഗത്തിൽ പ്രദാനം ചെയ്യുന്ന ശിവപരമാത്മാവിൻ്റെ മംഗളസ്വരൂപം എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നു. പ്രശാന്ത സുന്ദരമായ നിരാകാരി ലോകത്തിൽ നിരാകാരനായ ശിവപരമാത്മാവിൻ്റെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ഈ ദിവ്യ സാന്നിധ്യം എനിക്ക് അനന്തമായ ആനന്ദം പകർന്നു നൽകുന്നു. സർവജ്ഞനും സർവശക്തിമാനുമായ പരമാത്മാവിനോട് സ്നേഹഭാവം എൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യുന്നു. ഈ സ്നേഹനിർഭരമായ ആത്മാ പരമാത്മാ കൂടിക്കാഴ്ചയിൽ ചിത്തത്തിലെ സർവ ദൗർബല്യങ്ങളും ക്ഷയിക്കുന്നു. പൂർവജന്മ പാപങ്ങൾ യോഗജ്വാലയിൽ ഭസ്മമാകുന്നു.
ആത്മാവ് പരമാത്മാ പ്രാപ്തികളാൽ ഈശ്വരീയ സമ്പത്തിനാൽ സമ്പന്നമായി മാറുന്നു. ഈ ആത്മസമ്പന്നതയുടെയും സംതൃപ്തിയുടെയും സ്വരൂപമായി ഞാൻ ദേഹമാകുന്ന രഥത്തിലെ അകാല സിംഹാസനത്തിൽ വിരാജിക്കുന്നു.